ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ കോവിഡ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അനേകം ഭീതിയിലൂടെ കടന്നു പോകുമ്പോൾ ഷെക്കീന മിനിസ്ട്രീസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രാർത്ഥന നടത്തുന്ന ദിവസമാണല്ലോ. 3 ദിവസമായി നടത്തപ്പെടുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ പ്രാരംഭ ദിനമായി ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ടും ലോകമെമ്പാടുമുള്ള കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നമുക്ക് സ്നേഹത്തിൻ്റെ വലിയ ഒരു ഉൾക്കാഴ്ചയുമായി, ദൈവവുമായി വളരെയധികം വ്യക്തിപരമായ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഉൾക്കാഴ്ചയുമായി നമുക്ക് കടന്നു വരാം. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓരോരുത്തരും വിവിധ രാജ്യങ്ങളിലും ദേശങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമായിട്ടിരിക്കുന്നവർ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിന്ന്, ഒരുപക്ഷെ കോവിഡുമായി ബന്ധപ്പെട്ട് കിടപ്പ് രോഗികളായിട്ടുള്ളവർ അവർ സ്വസ്ഥമായി ആ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി നമുക്ക് ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. തകർന്ന മതിലുകൾ പണിതുയർത്താൻ കൃപയും ബലവും നീ തരണേ. എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. തകർന്ന മതിലുകൾ പണിതുയർത്താൻ കൃപയും ബലവും നീ തരണേ. ആത്മബലമാ റൂഹായേ, പറന്നിറങ്ങണമേ. അഭിഷേകത്തിൽ നിറവായി വേഗം എന്നിൽ നിറയണമേ. ആത്മബലമായി റൂഹായേ, പറന്നിറങ്ങണമേ. അഭിഷേകത്തിൽ നിറവായി വേഗം എന്നിൽ നിറയണമേ. ആത്മനിറമായി റൂഹായേ, പറന്നിറങ്ങണമേ. അഭിഷേകത്തിൻ നിറവായി വേഗം എന്നിൽ നിറയണമേ. സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവായ യേശുവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ രോഗികളെയും ഇപ്പോൾ പരിശുദ്ധാത്മാവ് സ്പർശിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരം കൊണ്ട് നിറയട്ടെ. ഓരോ വ്യക്തികൾക്ക് ഇപ്പോൾ സൗഖ്യം ലഭിക്കട്ടെ, ആശ്വാസം ലഭിക്കട്ടെ. ഓ പാവനാത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾ അവരായിരിക്കുന്ന ഓരോ അവസ്ഥകളിലേക്കും ഇപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ, സൗഖ്യത്തിന്റെ ദൂതനായി കടന്നു വരട്ടെ. ഓരോ വ്യക്തികൾക്കും ആശ്വാസം ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കരങ്ങളടിച്ച് പ്രാർത്ഥിക്കുന്നു. നെഹെമിയാ പ്രവാചകനെ പോൽ നിലത്തിരുന്നു കരയാനാ, പലവിധം ഉപവാസമെടുക്കാൻ ശക്തിയായി നീ വരണേ. നെഹെമിയാ പ്രവാചകനെ പോൽ നിലത്തിരുന്നു കരയാനാ, പലവിധം ഉപവാസമെടുക്കാൻ ശക്തിയായി നീ വരണേ. ആത്മബലമായി റൂഹായേ, പറന്നിറങ്ങണമേ. അഭിഷേകത്തിൻ നിറമായി വേഗം എന്നിൽ നിറയണമേ. പ്രാർത്ഥിക്കുന്നു. ആത്മബലമായി റൂഹായേ, പറന്നിറങ്ങണമേ. അഭിഷേകത്തിൻ നിറമായി വേഗം എന്നിൽ നിറയണമേ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മബലമായി റൂഹായേ, പറന്നിറങ്ങണമേ. അഭിഷേകത്തിൻ നിറമായി വേഗം
എന്നിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ സ്നേഹം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ കരുതലിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ രോഗികളെയും ഇപ്പോൾ സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ രോഗികൾക്കും കുടുംബങ്ങൾക്കും പ്രത്യേകമായ സൗഖ്യവും സ്വാതന്ത്ര്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും ഇപ്പോൾ സന്തോഷത്തോടെ പറയട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗത്തിന്റെ അവസ്ഥകളിൽ എല്ലാം സമർപ്പിച്ച് ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന് മഹത്വം നൽകി ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഷെക്കീന മിനിസ്ട്രീസിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട് ദൈവ കരുണ സകല കുടുംബങ്ങളിലേക്കും ദേശങ്ങളിലേക്കും രോഗികളിലേക്കും കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ടും ഈ പ്രാർത്ഥന ശുശ്രൂഷ നടത്തുകയാണ്. ഈ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ അനേകം വ്യക്തികൾ ഇന്ന് കോവിഡ് ഭീതിയിലാണ്, നിരാശ കടന്നു വരികയാണ്, മരണഭയം കടന്നു വരികയാണ്. രോഗികൾക്ക് പ്രത്യേകമായ വിധത്തിൽ ചികിത്സിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ലഭിക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ, ഓക്സിജൻ കിട്ടാതെ പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടും ഇങ്ങനെ ഒരു അതിദാരുണമായ ഭീകരമായ ഒരു പ്രതിസന്ധി ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. ലോകം മുഴുവനും ഈ പ്രതിസന്ധി കടന്നു വരുമ്പോൾ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുണ്ട്, സകല പ്രതീക്ഷകളും ഉടഞ്ഞു പോയ കുടുംബങ്ങളുണ്ട്. ഇങ്ങനെ ഭീതിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ പ്രത്യേകമായിട്ടും ദൈവത്തിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തുകയാണ്, ദൈവത്തിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തുകയാണ്. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 7-ാമത്തെ വചനത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്: എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. വലതുകൈ ഉയർത്തി പറയാം, എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. കർത്താവിനെ ഓർത്തു. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, യോനാ പ്രവാചകന്റെ ജീവിതത്തിലൂടെ യോനാ പ്രവാചകൻ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ, ജീവൻ മരവിച്ചു പോയ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ യോനാ പ്രവാചകൻ പറയുകയാണ്, എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. സ്നേഹമുള്ളവർ, ഇന്ന് രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ നീ ആരെയാ ഓർക്കുന്നത്? നീ നിരാശപ്പെടുകയാണോ? നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചകളെ നോക്കി നീ ഇന്ന് നിരാശപ്പെടുന്നുണ്ടോ എങ്കിൽ യോനാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ യോനാ പ്രവാചകന്റെ ജീവിതം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഞാൻ എൻ്റെ കർത്താവിനെ ഓർത്തു. നീ നിന്റെ ജീവിതത്തിൽ ഓർക്കേണ്ടത് നിന്റെ ദൈവമായ കർത്താവിനെയാണ്. യോനാ പ്രവാചകൻ ദൈവത്തിൻ്റെ പദ്ധതികൾ നിഷേധിച്ചുകൊണ്ട് നിനിവേയിലേക്ക് പോകേണ്ടിയവൻ താർശീഷിലേക്ക് പോവുകയാണ്, കപ്പൽ കയറുകയാണ്. ഈ കപ്പൽ യാത്രയിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിപരീതമായ വിധത്തിലുള്ള അവൻ്റെ യാത്രയെ ദൈവം തടയിടുകയാണ്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ ഇന്ന് ഈ കോവിഡ് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ യാത്രയെ തടയിടുന്ന മഹാമാരി കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള യാത്രയാണോ ഇത് നാം നടത്തുന്നത്? നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥാനം നൽകുന്നുണ്ടോ? ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഘടകവിരുദ്ധമായ രീതിയിൽ യോനാ പ്രവർത്തിച്ചപ്പോൾ കടൽക്ഷോഭം കടന്നു വരികയാണ്, കപ്പലിൽ കടൽക്ഷോഭം കടന്നു വരികയാണ്. ഇവനത് അറിയുന്നില്ല. ദൈവപുരുഷനായ അവൻ അത് അറിയുന്നില്ല. അവൻ അവിടെ കപ്പലിൻ്റെ അടിത്തട്ടി കടന്നുറങ്ങുകയാണ്. സകലരും ഭീതിപൂർവം മരണഭയം കൊണ്ട് അവർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ കടൽക്ഷോഭത്തിൽ കടന്നു വരുമ്പോൾ യോനായ അത് അറിയുന്നില്ല. യോനായെ വിളിച്ചുണർത്തുന്നുണ്ട്, എന്താണ് നീ കടന്നുറങ്ങുന്നത്? നിനക്ക് ഈ പ്രതിസന്ധി ഒന്നും മനസ്സിലാകുന്നില്ലേ? സ്നേഹമുള്ളവരെ, കപ്പലിൻ്റെ ഉടമസ്ഥരും കപ്പലിലെ കപ്പിത്താനും എല്ലാം അടങ്ങുന്ന സംഘം മുഴുവനും വിളിച്ച് അവനെ ഉണർത്തി, നീയാണ് ഇതിന് കാരണക്കാരൻ എന്ന് പറയുമ്പോൾ അവൻ ഉള്ളത് തുറന്നു പറയുകയാണ്.
അവൻ തുറന്നു പറയുകയാണ്, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായ വിധത്തിൽ ഞാൻ പ്രവർത്തിച്ചു, അതുകൊണ്ടാണിത് ഈ പ്രശ്നമെന്ന് പറയുകയാണ്. അവനെ കടലിലേക്ക് എടുത്തിടുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് കടലിൽ അകപ്പെട്ടു പോയ ഒരു അവസ്ഥയിലൂടെ ഇന്ന് അനേകം ദൈവമക്കൾ കടന്നു പോകുമ്പോൾ, യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 5-ാമത്തെ തില്ലിഖിതത്തിൽ യോനാ ഇപ്രകാരം പറയുന്നതുണ്ട്: സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു, ആഴി എന്നെ ചുറ്റപ്പെട്ടിരിക്കുന്നു, പായലുകൾ എൻ്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. സമുദ്രത്തിൻ്റെ ഓടാമ്പലുകൾ കൊണ്ട് എന്നേക്കുമായി എന്നെ പൂട്ടിക്കളഞ്ഞു. ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ യോന കടന്നു പോകുമ്പോൾ യോന ഓർത്തത് ദൈവത്തെയാണ്. ജീവിതം മരവിച്ചു, ഇനി രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ യോന പ്രവാചകൻ ഓർത്തത് ദൈവത്തെയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തെ ഓർക്കണം. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. പരതിനെ വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവമായ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ദൈവത്തെ വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ കടന്നു വരും. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, ജീവിതം മരവിച്ച അവസ്ഥയിലൂടെ ഇന്ന് നീ കടന്നു പോകുന്നുണ്ട് എങ്കിൽ നീ നിന്റെ ദൈവമായ കർത്താവിനെ ഓർക്കണം. നീ നിന്റെ ദൈവമായ കർത്താവിനെ വിളിക്കണം. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഈ കോവിഡ് കാലഘട്ടത്തിൽ ലൂയിസ് എന്ന് പറയുന്ന ഒരു ആലപ്പുഴക്കാരൻ ചെറുപ്പക്കാരൻ ഒരു ദിവസം എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അച്ഛാ, ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് വരാൻ ഒരു സമയം തരുമോ? അന്ന് കോവിഡ് കാലഘട്ടം കഴിഞ്ഞ്, ലോക്ക്ഡൗൺ കാലഘട്ടം കഴിഞ്ഞ് അത്യാവശ്യം മാത്രം വണ്ടികൾ യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ മനുഷ്യർ യാത്ര ചെയ്യുന്ന കാലഘട്ടത്തിൽ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുകയാണ്, ഒരു ചാൻസ് തരുമോ? എനിക്ക് അവിടെ വരെ എത്താൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, എല്ലാ ജില്ലകളും കടന്ന് പാലക്കാട് എത്താൻ പറ്റുമെങ്കിൽ, മലമ്പുഴ എത്താൻ പറ്റുമെങ്കിൽ വന്നോളാൻ പറയുകയാണ്. സ്നേഹമുള്ളവർ, ഈ ചെറുപ്പക്കാരൻ അവിടെ എത്തി. ഉച്ച കഴിഞ്ഞ സമയത്ത് ഈ ചെറുപ്പക്കാരനെത്തി. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ അവൻ്റെ വലിയൊരു വിഷമവും വേദനയും, അവൻ്റെ വളരെയധികം ക്ലേശിക്കുന്ന ഒരു പ്രതിസന്ധി അവൻ പറയുകയാണ്. അവന് ആൾസർ കൊളൈറ്റീസ് എന്ന് പറയുന്ന ഒരു രോഗം കഴിഞ്ഞ 3 വർഷമായിട്ട് പിടിപെട്ടു. കഴിഞ്ഞ 3 വർഷമായി ഈ രോഗത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ പറയുകയാണ്, എന്ത് കഴിച്ചാലും, ഈവൻ വെള്ളം കുടിച്ചാൽ പോലും ടോയ്ലറ്റിൽ പോകണം. അപ്പം എന്നിട്ട് അവൻ പറഞ്ഞൊരു കാര്യം ഇതാണ്. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയുകയാണ്, അൾസർ കൊളൈറ്റീസ് എന്തുകൊണ്ടുണ്ടാകുന്നു, ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് കണ്ടുപിടിക്കുന്ന ആൾക്ക് നോബൽ പ്രൈസ് കൊടുക്കുമെന്ന് പറയുകയാണ്. ഏതാണ്ട് 1,00,000-ൽ ഒരാൾക്ക് മാത്രമായിട്ടുണ്ടാകുന്ന, റെയറായിട്ടുണ്ടാകുന്ന ഒരു അസുഖം ഇവൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 3 വർഷമായി ചികിത്സിച്ചിട്ടും ഭേദമാകുന്നില്ല. സൗഖ്യം കിട്ടാത്ത ഒരു പ്രതിസന്ധിയിലൂടെ ഇവൻ കടന്നു പോവുകയാണ്. സ്നേഹമുള്ളവരെ, അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവൻ മലമ്പുഴയിൽ വന്നു. നെഹ്മിയ സെൻറ്ററിൽ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. ഇവൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇവൻ എന്നോട് പറയുകയാണ്, പാല് കഴിക്കാൻ പറ്റില്ല. ഇവൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ പശുക്കളുണ്ട്, ഒരു ഫാം തന്നെയുണ്ട് അവൻ്റെ ജീവിതത്തിൽ. എന്നാൽ ഇവൻ പറയുകയാണ്, അത് കഴിക്കാൻ പറ്റില്ല, അരി ഭക്ഷണങ്ങൾ പറ്റില്ല, ഗോതമ്പ് പറ്റില്ല, അതുപോലെ തന്നെ മൈദ പറ്റില്ല, ബിസ്ക്കറ്റുകൾ പറ്റില്ല, ഇങ്ങനെ പല സാധനങ്ങളും പറ്റില്ല, നോൺ വെജ് പറ്റില്ല, വെജിറ്റബിൾ പറ്റില്ല. പിന്നെ എന്താ പറ്റുന്നത്? ഇവൻ പറയാണ്, ഒന്നും പറ്റുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് ബിസ്ക്കറ്റും ചെറിയ ബിസ്ക്കറ്റുകളുമായിട്ടെല്ലാം ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. ചോറുണ്ണാൻ പറ്റുന്നില്ല. കുറച്ച് വെള്ളം, പ്രത്യേകത പൊടിയെല്ലാം കലക്കിയുള്ള വെള്ളമെല്ലാം കഴിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഇവൻ പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവത്തിലേക്ക് ഇവൻ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് വരികയാണ്. ഈ സമയത്ത് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു വിട്ട് ഇവനോട് ഞാൻ പറഞ്ഞു, കോവിഡ് സമയമാണ്, 5 പേർക്ക് മാത്രമേ പള്ളിയിൽ പോകാൻ പ്രവേശനമുള്ളൂ. എന്നാലും നീ എല്ലാ ദിവസവും പള്ളിയിൽ പോയി യേശുവിനെ സ്വീകരിക്കണം. യേശുവിനെ വിശുദ്ധ കുർബാനയിൽ നീ സ്വീകരിക്കണം. നിന്റെ ഈ രോഗങ്ങൾക്ക് ഒരു ശമനം കർത്താവ് തരും. ഇവനത് വിശ്വസിക്കുകയാണ്. ഇവൻ പറഞ്ഞു, പള്ളിയിൽ പ്രവേശനം കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് എന്ന് കാര്യം പറഞ്ഞിട്ട് പള്ളിക്കകത്ത് പ്രവേശിച്ചാലും കുഴപ്പമില്ല, സങ്കീർത്തി നിന്നാൽ മതി, നിനക്ക് ഈ കുർബാനയുടെ സൗണ്ടിൻ്റെ എല്ലാം കേൾക്കാൻ പറ്റും, അവിടെ നിന്ന് നിനക്ക് പങ്കെടുക്കാൻ പറ്റും. സ്നേഹമുള്ളവരെ, ഇവൻ അത് വിശ്വസിച്ച് വികാരിച്ചൻ്റെ അടുത്ത് ചെന്നു. ഇവൻ വികാരിച്ചൻ്റെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങൾ പറയുകയാണ്. വികാരിച്ച് പറഞ്ഞു, നീ സങ്കീർത്തി നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇവൻ സങ്കീർത്തി നിന്ന് വിശുദ്ധ കുർബാന ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വികാരിച്ച് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക,
നീ എന്നാൽ ഓൾട്ടർ ബോയ് ആയിട്ട് അകത്ത് കയറിക്കോളാൻ പറഞ്ഞു. ഇവൻ പണ്ട് ഓൾട്ടർ ബോയ് ആയിരുന്നത് കൊണ്ട് ഇവന് വളരെ ഈസി ആയിട്ട് അത് സന്തോഷകരമായ ഒരു കാര്യമായി മാറുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ചെറുപ്പക്കാരൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുകയാണ്, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ ആരംഭിക്കുകയാണ്, ഈശോയെ സ്വീകരിക്കാൻ ആരംഭിക്കുകയാണ്. അത് മാത്രമല്ല, ഇവനോട് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കെട്ടിയ നെഹമ്യാ മിഷൻ മിനിസ്ട്രിയുടെ ഒരു ജപമാല കൊടുത്തു വിട്ടു. ഇതുപയോഗിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എന്തായാലും ഇവൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറയുകയാണ്, ഇവൻ്റെ രോഗം 90% മാറിയെന്ന് പറയുകയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയ ആ ദിവസം തന്നെ 90% രോഗം മാറുകയാണ്. പിന്നീട് ഏതാണ്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ രോഗം പരിപൂർണമായി ഹീലായി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആ കൂടെ ഇവൻ എന്നോടൊരു കാര്യം പറഞ്ഞു. ഇവൻ പറയുകയാണ്, യാത്ര ചെയ്യാൻ വേണ്ടി ക്ലോസറ്റ് പിടിപ്പിക്കാൻ, ഈ രോഗമുള്ളത് കൊണ്ട് ക്ലോസറ്റ് പിടിപ്പിക്കാൻ വേണ്ടി പുതിയ ഇന്നോവ ഏതാണ്ട് 10-30 ലക്ഷം രൂപ മുടക്കി ഇവൻ മുറ്റത്ത് മേടിച്ച് കിടക്കുകയാണ്. മുറ്റത്ത് ഇന്നോവ കിടക്കുകയാണ്. അതിൻ്റെ കൂടെ ഇവൻ എന്നോട് പറഞ്ഞു, കോവിഡ് വരുന്ന കാലഘട്ടത്തിൽ UK നിന്നും ക്ലോസറ്റ് ഇങ്ങോട്ട് അയക്കാൻ വേണ്ടി ഇവൻ അവിടെ ബുക്ക് ചെയ്ത്, ഇവൻ്റെ കസിനെ കൊണ്ട് ബുക്ക് ചെയ്ത് മേടിച്ച് അവിടെ വെച്ചു. അപ്പോൾ ലോക്ക്ഡൗൺ ആയി, അതിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. ഈ സമയത്ത് ഓസ്ട്രേലിയയിലുള്ള ഇവൻ്റെ ഒരു കസിനോട് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്ന് ഒന്ന് മേടിച്ച് ഇങ്ങോട്ട് വിടാൻ പറഞ്ഞു. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് മേടിച്ച് ഇത് ഫ്ലൈറ്റ് കയറ്റി വിടാൻ നോക്കുമ്പോൾ ഫ്ലൈറ്റ് ക്യാൻസലായി. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയുകയാണ്, അച്ഛാ, രോഗം പരിപൂർണമായി ഹീലിംഗ് ആയി. മുറ്റത്ത് ഇന്നോവ കിടക്കുന്നു, ഓസ്ട്രേലിയയിൽ ഒരു ക്ലോസറ്റ് ഇരിക്കുന്നു, UK ഒരു ക്ലോസറ്റ് ഇരിക്കുന്നു, എനിക്കിനി ഇതിൻ്റെ ആവശ്യമില്ല എന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവമായ കർത്താവിൽ വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് സൗഖ്യവും സ്വാതന്ത്ര്യവും തരാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ 41:3 ഇപ്രകാരം ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് രോഗശയ്യയിൽ നിനക്ക് ആശ്വാസം തരും, കർത്താവ് നിനക്ക് രോഗശാന്തി തരും. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ രോഗികളായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുണ്ട്. നിങ്ങൾ കിടക്കുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രോഗാവസ്ഥയിൽ നിങ്ങൾ കരങ്ങൾ ഉയർത്തി ഈ വചനമൊന്ന് ഇപ്പോൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നിന്റെ രോഗശയ്യയിൽ നിനക്ക് ആശ്വാസം തരും, കർത്താവ് നിനക്ക് രോഗശാന്തി തരും. ഇപ്പോൾ രോഗികളായി കിടക്കുന്നവർ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും ഇപ്പോൾ ഒന്ന് കരങ്ങൾ ഉയർത്താൻ പറ്റുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തി ഇപ്പോൾ യേശുവിനെ സ്തുതിച്ച് ഈ രോഗശയ്യയിൽ ആശ്വാസം ലഭിക്കണം. ഈ രോഗശയ്യയിൽ കർത്താവ് എനിക്ക് രോഗശാന്തി തരണം. വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ നമുക്കിപ്പോൾ ആരാധിക്കാം. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, യേശുവെ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 145:19 ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയാണ്, തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവർക്ക് സൗഖ്യം നൽകുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവർക്ക് സൗഖ്യം നൽകുന്നു. സ്നേഹമുള്ളവരെ, ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ 2 ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവമായ കർത്താവിൽ നമ്മൾ വിശ്വസിക്കണം. ദൈവമായ കർത്താവിൽ നീ എന്ന് വിശ്വസിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും. അതുകൊണ്ടാണ് യുവജന മതബോധന യന്ത്രത്തിൽ 40ാമത്തെ ഖണ്ഡികയിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവം സർവശക്തനാണ് എന്ന് ആവശ്യ നേരത്ത് അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്ന സകലരും മനസ്സിലാക്കുന്നുണ്ട്. ദൈവം സർവശക്തനാണ് എന്ന് അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്ന സകലരും മനസ്സിലാക്കുന്നുണ്ട്. തുടർന്ന് മാർപ്പാപ്പ ഇപ്രകാരം പറയുകയാണ്, മനുഷ്യർ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി ആവരിക്കുന്നു. മനുഷ്യർ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരങ്ങളിൽ ദൈവത്തിന്റെ ശക്തി ആവരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഈ നേരത്ത് ഒരുപക്ഷെ നിരാശയിലൂടെ കടന്നു പോകുന്ന ഈ നിമിഷങ്ങളിൽ
ഇനി രക്ഷയില്ല, മരണം മാത്രമേ മുമ്പിലുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഈ നിമിഷങ്ങളിൽ നിന്റെ ദൈവമായ കർത്താവിന് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ട് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 50-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുലിഖിതത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഈ വലതുകരമുയർത്തി വചനം പറയാം: ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിൽ ഞാൻ പതറുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ആഗസ്തീനോസ് ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നിന്നിൽ ഉറങ്ങിക്കിടക്കുന്ന യേശുവിനെ നീ വിളിച്ചുണർത്ത്. വിശുദ്ധ ആഗസ്തീനോസ് പറയുകയാണ്, നിന്റെ പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോകുമ്പോൾ നിന്നിൽ ഉറങ്ങിക്കിടക്കുന്ന യേശുവിനെ നീ വിളിച്ചുണർത്ത്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സുവിശേഷത്തിന്റെ സന്തോഷം എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനത്തിന്റെ 1-ാമത്തെ ഖണ്ഡികയിൽ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ സുവിശേഷത്തിന്റെ സന്തോഷം നീ കണ്ടുമുട്ടണമെങ്കിൽ നീ നിന്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടുമ്പോഴാണ്. നിന്റെ ജീവിതത്തിൽ സുവിശേഷത്തിന്റെ സന്തോഷം നിനക്ക് അനുഭവവേദ്യമാകുന്നത് നീ യേശുവിനെ കണ്ടുമുട്ടുമ്പോഴാണ്. അപ്പോൾ നിന്റെ ജീവിതത്തിലും നിന്റെ ഹൃദയത്തിലും ആ സന്തോഷം കൊണ്ട് നിറയും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. തുടർന്ന് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്: യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന, യേശുവിന്റെ രക്ഷ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, ഏകാന്തതയിൽ നിന്നും, ആന്തരിക ശൂന്യതയിൽ നിന്നും അവിടുന്ന് വിടുതൽ നൽകുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ ലോകാവസ്ഥയിൽ, നിന്റെ തകർച്ചയിൽ, നിന്റെ രോഗശയ്യയിൽ, നിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ച ഈ സാഹചര്യത്തിൽ നീ ദൈവമായ കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ, യേശുവിനെ നീ കണ്ടുമുട്ടുമ്പോൾ നിന്റെ ആന്തരിക ശൂന്യത വിട്ടുപോകും, നിന്റെ പാപം വിട്ടുപോകും, നിന്റെ ദുഃഖം വിട്ടുപോകും, നിന്റെ നിരാശ വിട്ടുപോകും. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ യേശു കർത്താവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ യേശു കർത്താവാണ്. നിന്നെ രക്ഷിക്കുന്നവൻ യേശുവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. എന്തുകൊണ്ടാണ് യേശുവിനെ ക്രിസ്ത്യാനികൾ കർത്താവ് എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് യേശുവിനെ ക്രിസ്ത്യാനികൾ കർത്താവ് എന്ന് വിളിക്കുന്നത്? യുവജന മതബോധന ഗ്രന്ഥത്തിൽ 75-ാമത്തെ ഖണ്ഡികയിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരമായി മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതം മാർപ്പാപ്പ അവിടെ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്: നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നത് ശരി തന്നെ. ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നെ ഗുരു എന്ന് പറയുന്നതും കർത്താവെന്ന് വിളിക്കുന്നത് ശരി തന്നെ. എന്നിട്ട് മാർപ്പാപ്പ അതിനെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നത് ഇങ്ങനെയാണ്: ആദിമ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് തീർച്ചയോടെ വിളിച്ചു. ആദിമ ക്രിസ്ത്യാനികൾ യേശുവിനെ കർത്താവെന്ന് വളരെ തീർച്ചയോടെ വിളിച്ചു. കാരണം യേശു ക്രിസ്തുവിന് പാപത്തിൻ്റെ മേലും, പിശാചിൻ്റെ മേലും, മരണത്തിൻ്റെ മേലും, ശാപത്തിൻ്റെ മേലും അധികാരമുണ്ട് എന്ന് തൻ്റെ ദൈവശക്തി പലപ്പോഴും യേശു പ്രകടിപ്പിച്ചത് ശിഷ്യന്മാർ കണ്ടു. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞതിനെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പിശാചിൻ്റെ മേലും, പാപത്തിൻ്റെ മേലും, ശാപത്തിൻ്റെ മേലും ശക്തനാണ് എന്നുള്ള, രോഗത്തിന് മേൽ ശക്തനാണ് എന്നുള്ള കാര്യം യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് വെളിപ്പെടുത്തി അനേകർക്ക് സൗഖ്യമായി, സാന്ത്വനമായി കടന്നു വന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യേശു ഇന്ന് നിന്റെ ജീവിതത്തിൽ സൗഖ്യമായി കടന്നു വരും. വിശ്വസിക്കുന്നവർ 2 ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. അതുകൊണ്ട് യേശുവിനെ കർത്താവായി നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് ആരാധിക്കണം. ഒരുപക്ഷെ കഴിഞ്ഞകാല ജീവിതത്തിൽ യേശുവിനെ കർത്താവായി ആരാധിക്കുന്നതിൽ നിന്റെ ജീവിതത്തിൽ വീഴ്ച വന്നിട്ടുണ്ടായെങ്കിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയാണ്, യേശുവിനെ നീ കർത്താവായി ആരാധിക്കണം. യേശുവിനെ നീ കർത്താവായി നിന്റെ ജീവിതത്തിൽ ആരാധിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ രക്ഷ കടന്നു വരും, നിന്റെ ജീവിതത്തിൽ വിമോചനം കടന്നു വരും. റോമാലേഖനത്തിൽ 10:9 പറയുന്നത് തന്നെയാണല്ലോ. ആകയാൽ യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പരദേനുമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് യുവജന മതബോധന ഗ്രന്ഥത്തിന്റെ 75-ാമത്തെ ഖണ്ഡികയിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: അത് യേശു കർത്താവായതുകൊണ്ട് നീ നിന്റെ ജീവിതത്തിൽ മറ്റൊരു ശക്തിക്ക് മുമ്പിലും മുട്ടുമടക്കേണ്ടതില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഒരുപക്ഷെ ഇന്ന് നീ ആകുല ചിത്തനായി കഴിയുമ്പോൾ, രോഗപീഠകളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗശയ്യയിലായിരിക്കുമ്പോൾ, നിരാശയിലൂടെ നീ കടന്നു പോകുമ്പോൾ, യേശുവിലേക്ക് കണ്ണുയർത്താതെ മറ്റ് ദൈവങ്ങളിലേക്കോ അന്യദൈവ ആരാധനയിലേക്കോ ഒരുപക്ഷെ നീ കടന്നു പോയിട്ടുണ്ടാകാം. ദൈവത്തിൻ്റെ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ മറ്റൊരു ശക്തികൾക്ക് മുമ്പിൽ മുട്ടുമടക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 34:19-20 തിരുലിഖിതത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം അതുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. കർത്താവ് കടാക്ഷിക്കുന്നത് തന്നെ സ്നേഹിക്കുന്നവരെയാണ്, തന്നിൽ വിശ്വസിക്കുന്നവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. അങ്ങനെ കർത്താവ് കടാക്ഷിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 6 കാര്യങ്ങൾ അവന് ലഭിക്കും. തുടർന്ന് വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ ജീവിതത്തിൽ ശക്തമായ സംരക്ഷണം ദൈവം നൽകും. ശക്തമായ സംരക്ഷണം ദൈവം അവൻ്റെ ജീവിതത്തിൽ നൽകും. ഇന്ന് ഈ രോഗപീഠയിലൂടെ കടന്നു പോകുമ്പോൾ, അവഗണിക്കപ്പെട്ട ഒറ്റപ്പെട്ട ഏകാന്തതയിൽ ഒരുപക്ഷെ നീ ഇന്ന് ആശുപത്രിയുടെ ICUയിൽ കിടക്കുന്നുണ്ടായെങ്കിൽ, നിന്റെ പ്രിയപ്പെട്ടവർ തിരിഞ്ഞു നോക്കാതെ ഇന്ന് നീ ആകുല ചിത്തനായി അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ, ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഏകാന്തത കഴിയുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്: കർത്താവ് നിനക്ക് ശക്തമായ സംരക്ഷണം തരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവിടുന്ന് നിനക്ക് ഉറപ്പുള്ള താങ്ങായി മാറും. നിന്റെ ജീവിതത്തിൽ ഉറപ്പുള്ള താങ്ങായി കർത്താവ് മാറും. ഇന്ന് നിനക്ക് ഏതെങ്കിലും കാര്യങ്ങളിലൂടെ ഉറപ്പ് നീ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. ഈ രോഗം വരുന്ന ശയ്യാവയായി കിടക്കുന്ന ഈ സാഹചര്യം വരെ ചിന്തിക്കുമ്പോൾ നീ നിന്റെ സമ്പത്തിലായിരിക്കും താങ്ങ് കണ്ടത്, നിന്റെ ജോലിയിലായിരിക്കും, നിന്റെ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളിലായിരിക്കും, നിന്റെ മക്കളിലായിരിക്കും, നിന്റെ സ്വത്തിലായിരിക്കും. എന്നാൽ ഇന്ന് അതെല്ലാം തകർന്ന് തരിപ്പണമായി, ആരിലും നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ആരും നിനക്ക് താങ്ങ് തരാൻ പറ്റില്ല എന്ന് നീ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്: കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ശക്തമായ താങ്ങായി മാറും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞതിനുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, കർത്താവ് ചുടുകാറ്റിൽ അഭയകേന്ദ്രമായി മാറും. നിന്റെ ജീവിതത്തിന് നങ്കൂരം ഉറപ്പിക്കാൻ പറ്റുന്ന അഭയകേന്ദ്രം കർത്താവ് തന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, പൊരിവെയിലിൽ തണലായി കർത്താവ് മാറും. നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് വറചട്ടിയിലൂടെ കടന്നു പോകുന്നുണ്ടായെങ്കിൽ, അനേകം പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തെ പിടിച്ച് കുലുക്കുന്നുണ്ടായെങ്കിൽ, നിന്റെ ജീവിതത്തെ പ്രത്യേകമായി തണൽ നൽകിക്കൊണ്ട്, നിന്റെ ജീവിതത്തിന് ആശ്വാസം നൽകുന്ന മന്ദമാരുതിനെ അയച്ചുകൊണ്ട് നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇടറാതിരിക്കാൻ നിന്റെ ജീവിതത്തിൽ ഞാൻ സംരക്ഷണം നൽകും. ദൈവം പറയുകയാണ്, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ ജീവിതത്തിൽ കാലുകൾ ഇടറിപ്പോകാതിരിക്കാൻ, അവൻ്റെ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് താഴെ പോകാതിരിക്കാൻ, അവൻ്റെ പുണ്യപ്പെട്ട ജീവിതത്തിൽ താഴെ പോകാതിരിക്കാൻ, അവൻ്റെ നൈരാശ്യത്തിൽപ്പെട്ട് അവൻ തകർന്നു പോകാതിരിക്കാൻ, അവൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ശക്തമായ ഒരു സംരക്ഷണം
ഇടറാതെ കർത്താവിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സംരക്ഷണം ദൈവമായ കർത്താവ് നിന്റെ ജീവിതത്തിൽ തരും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആറാമത്, വീഴാതിരിക്കാനുള്ള ഉറപ്പ്. ഇനിയും വിശ്വസിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകാനുള്ള ഉറപ്പ് നിന്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് തരും. നിന്റെ രോഗത്തിൽ അവിടുന്ന് സംരക്ഷണം തരും. പറഞ്ഞേ ഹല്ലേലൂയ. 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 പ്രത്യാശയിൽ രക്ഷ എന്ന് പറയുന്ന അപ്പസ്തോലിക ആ ചാക്രിക ലേഖനത്തിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്നുണ്ട്, എല്ലാ മോഹഭംഗങ്ങളിലും പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന വലുതും യഥാർത്ഥവുമായ പ്രത്യാശ ദൈവം തന്നെ. ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയാം, നിന്റെ മോഹഭംഗങ്ങളിൽ, നിന്റെ പ്രതീക്ഷകൾ തകർന്നു പോയ സാഹചര്യങ്ങളിൽ നിനക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന യഥാർത്ഥമായ വലുതായിട്ടുള്ള പ്രത്യാശ ദൈവം തന്നെ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രതീക്ഷകൾ തകിടം മറിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ, നമ്മുടെ പ്രതീക്ഷകളെല്ലാം തച്ചുടഞ്ഞ് നമ്മുടെ സ്വപ്നങ്ങൾ കെട്ടുപോകുന്ന ഈ സാഹചര്യങ്ങളിൽ, നിരാശയിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളിൽ ദൈവമായ കർത്താവിൽ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കാം.